Hi friends, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. നോൺ വെജ് കറികളുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. സോ ഫ്രണ്ട്സ്, ദിസ് is Jasmine. വെൽക്കം ടു മൈ വീഡിയോ. നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് ജീരകശാല റൈസ് അഥവാ കൈമ റൈസ് ആണ്. ഞാനിവിടെ 1 കിലോ ജീരകശാല റൈസ് ആണ് നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. അതിനുശേഷം വെള്ളം നന്നായി വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്കൊരു സവോള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇത് റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് കാഷ്നട്ടും കിസ്മിസും ആണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് ഈ കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. കാഷ്നട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അതുപോലെ ഉണക്കമുന്തിരിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നീട് അതേ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് സവാള എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ശേഷവും അതിൻ്റെ ക്രിസ്പിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സവാള അധികം ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമുള്ള സ്പൈസസ് റെഡിയാക്കി വെക്കാം. കുരുമുളക് 1 ടീസ്പൂൺ, ഗ്രാമ്പൂ ഒരു 5 എണ്ണം, കറുവപ്പട്ട ഒരു 2 പീസ്, ഏലയ്ക്ക ഒരു 2 എണ്ണം. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കണം. നെയ്യ് ചൂടായതിന് ശേഷം ഈ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ റൈസ് ഇട്ടിട്ട് ഒന്ന് 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്ന കണക്കിൽ വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 7 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കി ഇളക്കിയിടാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കാഷ്നട്ടും കിസ്മിസും പിന്നെ ഒരു അല്പം മല്ലിയിലും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നെയ്യ് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. See you with another video. Thanks for watching. Bye bye.